ഹായ്, വെൽക്കം ബാക്ക് ടു മലബാർ ഫുഡ് ബുക്ക്. ഇന്നിവിടെ തയ്യാറാക്കുന്നത് ഒരു വെജിറ്റബിൾ സമൂസയാണ്. ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാം. ഇതുപോലെ തന്നെ തയ്യാറാക്കിയിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് ചൂടാക്കിയിട്ട് സ്കൂളിലൊക്കെ കൊടുത്തുവിടാൻ പറ്റുന്ന ഒരു സമൂസയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് പാൻ ചൂടാക്കിയ ശേഷം ഞാൻ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 3 പച്ചമുളക് ചെറുതായി മുറിച്ചത് എന്നിവ ചേർത്ത് കൊടുക്കാം. അതൊന്ന് വാടി വരുമ്പോൾ ഞാൻ വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മിക്സ് ആക്കിയ ശേഷം അതിലേക്ക് പൊട്ടറ്റോ ആണ് ചേർത്ത് കൊടുക്കുന്നതും അതും വേവിച്ച് അടച്ചു വെച്ചിട്ടുള്ള പൊട്ടറ്റോ ആണ്. ഇനി അതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1/4 ടേബിൾ സ്പൂണ് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പിഞ്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടേബിൾ സ്പൂണോളം പെപ്പർ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചെറുതായി മുറിച്ചിട്ടുള്ള മല്ലിയില കൂടെ ചേർത്ത് കൊടുത്ത് എല്ലാം നന്നായി മിക്സ് ചെയ്ത ശേഷം നമുക്കൊന്ന് മാറ്റി വെക്കാം. ഞാനിപ്പോൾ ചെറിയ ടൈപ്പ് സമൂസ ലീഫ് പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ 1-2 പ്രാവശ്യം നമ്മളിത് ആദ്യമായിട്ട് തയ്യാറാക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തോന്നും. ഞാൻ ആദ്യമായിട്ടായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. പിന്നെ അങ്ങോട്ട് എനിക്ക് വളരെ എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെയാണ് ഫോൾഡ് ചെയ്തത്. ഞാൻ ഇതുപോലത്തെ ഒരു കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ടാണ് ഇങ്ങനെയാണ് ഞാൻ ഫോൾഡ് ചെയ്തത്. അപ്പോൾ എനിക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഫോൾഡ് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ വളരെ കുറച്ച് ഫില്ലിങ്സ് മാത്രമേ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനും പറ്റും. ഈ വെജിറ്റബിൾസിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ ചിക്കൻ വേണമെങ്കിൽ ചേർത്ത് കൊടുത്തിട്ട് തയ്യാറാക്കാവുന്നതാണ്. നമുക്കിത് 2 സൈഡ് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുത്ത് സെർവ് ചെയ്യാവുന്നതാണ്. എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു ഈസി സമൂസ റെസിപ്പി എല്ലാവരും ഒന്ന് വീട്ടിൽ തയ്യാറാക്കി കൊടുക്കണം. എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം. വീണ്ടും ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പീസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. താങ്ക്